നമസ്കാരം സുഹൃത്തുക്കളെ, ഹർഷിതം എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് അശ്വതി. അപ്പോൾ വീഡിയോയുടെ തംബ്നെയിൽ നിങ്ങൾ കണ്ടല്ലോ, PSC തുടക്കക്കാർ അറിയാൻ ഈ അബദ്ധങ്ങൾ നിങ്ങളുടെ റാങ്ക് കളയും. ഏതൊക്കെ അബദ്ധങ്ങൾ? നിങ്ങൾ PSC പരീക്ഷകളിൽ ചെയ്യുന്ന അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ചെയ്യുന്ന 4 അബദ്ധങ്ങൾ നിങ്ങളുടെ ഉന്നത റാങ്ക് കളയും. അപ്പൊ ആ തെറ്റുകൾ നിങ്ങൾ ചെയ്യരുത്. ആ തെറ്റുകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സർക്കാർ ജോലി, അതല്ലേ നിങ്ങൾ സ്വപ്നം കാണുന്നത്? അതാണോ നിങ്ങളുടെ സ്വപ്നം? അങ്ങനെയാണെങ്കിൽ യെസ് എന്ന് താഴെ കമന്റ് ചെയ്യൂ. വരാനിരിക്കുന്ന LDC പരീക്ഷ എയിം വെക്കുന്ന ആൾക്കാരാണോ? വരാനിരിക്കുന്ന VFA, ബെഫ്കോ LD, കമ്പനി LGS, അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ എന്നിവ, യൂണിഫോം ജോബുകൾ ലക്ഷ്യം വെക്കുന്ന ആൾക്കാരാണോ? അപ്പൊ ഇങ്ങനെ ലക്ഷ്യം വെക്കുന്ന നിരവധി പേർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അതിലൊരാളാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യൂ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹർഷിതം എഡ്യൂടെക്കിലേക്ക് സ്വാഗതം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ പഠിക്കാൻ എല്ലാവർക്കും വലിയ ആവേശമാണ്. തുടക്കക്കാര് സ്ഥിരമായി ചെയ്യുന്ന ചില അബദ്ധങ്ങളുണ്ട്. ഈ അബദ്ധങ്ങളായിരിക്കും നിങ്ങളുടെ വിലപ്പെട്ട സമയവും ഒപ്പം നിങ്ങൾക്ക് കിട്ടേണ്ട ഉന്നത റാങ്കും ഇല്ലാതാക്കുന്നത്. ആ അബദ്ധങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഓരോ അബദ്ധങ്ങളെയും പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, അതിനുള്ള പരിഹാരവും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആദ്യത്തെ അബദ്ധം സിലബസ് നോക്കാതെയുള്ള പഠനമാണ്. അപ്പോൾ സിലബസ്, നമുക്ക് PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് PSC കൃത്യമായ സിലബസ് തന്നിട്ടുണ്ട്. നിങ്ങൾ മിക്കവരും സിലബസ് നോക്കത്തില്ല, കണ്ണി കണ്ട നിങ്ങൾ വാരി വലിച്ചങ്ങ് പഠിക്കുവാണ്. അപ്പൊ പലരും പഠനം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒരു റാങ്ക് ഫയൽ വാങ്ങി ആദ്യത്തെ പേജ് മുതൽ മനപ്പാഠമാക്കും, അല്ലേ? നിങ്ങൾ അത് അങ്ങനെയല്ലേ ചെയ്യുന്നത്? അപ്പൊ പലരും ചെയ്യുന്ന കാര്യമാണ് പഠനം തുടങ്ങുന്നത്. ഇപ്പൊ ബിഗിനർ ആണെങ്കിൽ പഠനം തുടങ്ങുന്നത് വേറെ ഒന്നും അറിയത്തില്ല, ഒരു റാങ്ക് ഫയൽ പോയി ബുക്ക് സ്റ്റോളിൽ പോയി ഏതാണ് നല്ല റാങ്ക് ഫയൽ നോക്കി ഒരു റാങ്ക് ഫയൽ വാങ്ങിയിട്ട് ആദ്യത്തെ പേജ് മുതൽ മനപ്പാഠമാക്കി പഠിക്കാൻ തുടങ്ങും. പക്ഷേ PSCയുടെ സിലബസ് നിങ്ങൾ അറിയണം. സിലബസ് എന്നത് ഒരു വലിയ കടലാണ്. അതില് നമുക്ക് വേണ്ടത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. PSC ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയാസ് കൃത്യമായി മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, കമ്പനി LGS അല്ലെങ്കിൽ LGS പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ പ്രാചീന ഇന്ത്യ അല്ലെങ്കിൽ പ്രാചീന ലോക ചരിത്രം പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അത് നിങ്ങളുടെ സിലബസിൽ ഉണ്ടോ? ഇല്ല. അത് കുത്തിയിരുന്ന് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതിനുള്ള പരിഹാരം എന്താണ്? നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ തയ്യാറെടുക്കുന്നത് അതിന്റെ ലേറ്റസ്റ്റ് സിലബസ് ഡൗൺലോഡ് ചെയ്ത് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ മേശയ്ക്ക് പുറകിലായിട്ട് അല്ലെങ്കിൽ മുന്നിലായിട്ട് ഒട്ടിച്ചു വെക്കുക. സിലബസിലെ ഓരോ ടോപ്പിക്കും കവർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തി മാത്രം മുന്നോട്ട് പോവുക. വാരി വലിച്ചുള്ള പഠനം മടിപ്പുണ്ടാക്കും, അത് ഒഴിവാക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏരിയാസ് കണ്ടറിഞ്ഞ് പഠിക്കുക. അതാണ് നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ അബദ്ധം. എന്താണ് ആദ്യത്തെ അബദ്ധം? സിലബസ് എന്താണെന്ന് പോലും അറിയാതെയുള്ള വാരി വലിച്ചുള്ള പഠനം. അപ്പോൾ പരിഹാരം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് പരീക്ഷയ്ക്കാണോ നിങ്ങൾ തയ്യാറെടുക്കുന്നത് അതിന്റെ ലേറ്റസ്റ്റ് സിലബസ് ഡൗൺലോഡ് ചെയ്ത് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ പഠിക്കുന്ന മേശയ്ക്ക് മുന്നിൽ ഒട്ടിച്ചു വെച്ചിട്ട് സിലബസിലെ ഓരോ ടോപ്പിക്കും കവർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തി മാത്രം മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യുന്ന രണ്ടാമത്തെ അബദ്ധം, SCERT ഒഴിവാക്കി ഗൈഡ് അല്ലെങ്കിൽ റാങ്ക് ഫയലിനെ മാത്രം ആശ്രയിക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന രണ്ടാമത്തെ മിസ്റ്റേക്ക്. SCERT പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കുന്നു. അതിലെ കാര്യങ്ങളൊക്കെ റാങ്ക് ഫയലിൽ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് SCERT നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നു. തുടക്കക്കാർക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ല. അപ്പൊ തുടക്കക്കാര് പലപ്പോഴും ഷോർട്ട് കട്ടുകളായിരിക്കും തേടി പോകുന്നത്. അതായത് അടിസ്ഥാനമായ കാര്യങ്ങൾ അറിയാതെ റാങ്ക് ഫയലിലെ 1 വേർഡ് ചോദ്യങ്ങൾ മാത്രം അവര് കാണാപ്പാഠം പഠിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ പരീക്ഷാ രീതി അനുസരിച്ച് അത് മതിയാകുമോ? ഇല്ല. ഇപ്പൊ സിലബസ് അനുസരിച്ചുള്ള ടോപ്പിക്കുകൾ SCERT പാഠപുസ്തകത്തിലുണ്ടെങ്കിൽ ആ പാഠപുസ്തകമായിട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും PSC ചോദിക്കുന്നത്. അപ്പോ ഇന്നത്തെ കാലത്തെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ SCERT നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ SCERT പാഠപുസ്തകങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുന്ന ആ ഒരു മിസ്റ്റേക്കിനുള്ള പരിഹാരം ഇതാണ്. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ സോഷ്യൽ സയൻസ് മുതലായ പുസ്തകങ്ങൾ വായിച്ച് നിങ്ങളുടെ ബേസ് ഉറപ്പിക്കുക, നിരന്തരം റിവിഷൻ അടിക്കുക, എന്നിട്ട് മാത്രം റാങ്ക് ഫയലുകളിൽ മുങ്ങിത്തപ്പുക. ഓക്കെ, ഇനി അടുത്തൊരെണ്ണമാണ് PDF അസുഖം. എന്താണ് ഈ PDF അസുഖം?
മെറ്റീരിയലുകൾ കളക്ട് ചെയ്തു വെക്കുന്ന, ഫോണിന്റെ സ്റ്റോറേജ് നിറയ്ക്കുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സ്റ്റോറേജ് നിറയ്ക്കുന്ന PDF അസുഖത്തിന്റെ ഇരയാണോ നിങ്ങൾ? ഒരുപാട് സ്റ്റഡി മെറ്റീരിയലുകൾ ശേഖരിച്ചു വെക്കും, എന്നിട്ട് ഒന്നും പഠിക്കത്തില്ല. ഒരു ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇരുന്ന് ഫോണിൽ നിന്ന് കുറേ PDF മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്ത് വെക്കും. എന്നിട്ട് അത് ഉപകാരപ്പെടുത്തുവോ? അതും ഇല്ല. ഇപ്പൊ ടെലഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ വരുന്ന എല്ലാ PDF-കളും കറണ്ട് അഫയേഴ്സ് നോട്ടുകളും ഫോണിൽ സേവ് ചെയ്ത് വെക്കും. ഇതൊരു അസുഖമാണെന്ന് തന്നെ പറയാം. അതായത് എപ്പോഴെങ്കിലും പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കും നിങ്ങളത്. പക്ഷെ ആ സമയം ഒരിക്കലും വരില്ല. ഒരുപാട് സോഴ്സുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആകും. തൊഴിൽ വാർത്ത നോക്കണോ, തൊഴിൽ വീതി നോക്കണോ, റാങ്ക് ഫയൽ നോക്കണോ, SCERT നോക്കണോ, PDF നോക്കണോ, അവിടെ നിന്ന് കിട്ടിയത് നോക്കണോ, ഇവിടുന്ന് കിട്ടിയത് നോക്കണോ, അതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്. നിങ്ങളുടെ സമയവും പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനുള്ള പരിഹാരം എന്താ? വിശ്വസനീയമായ, തെറ്റുകളൊന്നും ഇല്ലാത്ത, വിശ്വസനീയമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന 1 or 2 സോഴ്സുകൾ മാത്രം ഫോളോ ചെയ്യുക. കിട്ടുന്ന നോട്ടുകൾ അപ്പോൾ സ്വന്തം കൈപ്പടയിൽ ഒരു നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു തുടക്കക്കാരനാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഇനി അടുത്തൊരു അബദ്ധമാണ് നിങ്ങൾ ചെയ്യുന്നത്, മോക്ക് ടെസ്റ്റുകൾ ചെയ്യാതിരിക്കുന്നത്. പരീക്ഷാ പേടിയും, പരീക്ഷ എഴുതിയാൽ നെഗറ്റീവ് മാർക്ക് വരുമോ, അത് തെറ്റിപ്പോകുമോ, എനിക്ക് എഴുതാൻ പറ്റാതെ വരുമോ, ഇങ്ങനെയൊക്കെ ചിലർക്ക് പേടിയാണ്. പരീക്ഷയെ ഭയങ്കരമായിട്ട് പേടിയാണ്. പേടിയുള്ള ആൾക്കാരുണ്ടോ? ഈ വീഡിയോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ എത്ര പേര് മോക്ക് ടെസ്റ്റുകളെ പേടിയുള്ള, പരീക്ഷകളെ പേടിയുള്ള ആൾക്കാരുണ്ട്? എസ് എന്നൊന്ന് പറയൂ. നിങ്ങൾക്കുള്ള പരിഹാരം ഞാൻ പറഞ്ഞു തരാം. മോക്ക് ടെസ്റ്റുകൾ ചെയ്യാതിരിക്കുന്നത് PSC പരീക്ഷകളിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുക തന്നെ ചെയ്യും. പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് പരീക്ഷാ ഹാളിൽ പോയി പരീക്ഷിക്കാനിരിക്കുന്നവരാണ് നിങ്ങളിൽ പലരും. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മാർക്ക് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് പരീക്ഷാ ഹാളിൽ പോയി അല്ല പരീക്ഷിക്കേണ്ടത്. അങ്ങനെ പരീക്ഷിക്കുമ്പോൾ പലർക്കും നെഗറ്റീവ് മാർക്ക് അടിച്ച് റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ അവർ പുറത്താകും. ടൈം മാനേജ്മെന്റ് പഠിക്കണമെങ്കിൽ നിരന്തരം നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ പരീക്ഷ എഴുതി ശീലിക്കണം. ചോദ്യങ്ങളിലൂടെ നിരന്തരം നിങ്ങൾ ഓടിക്കളിക്കണം. ഓക്കെ, അപ്പൊ ഈ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാതിരിക്കുന്നതിനുള്ള പരിഹാരം ഞാൻ പറയട്ടെ, എങ്ങനെ ചെയ്യണം എന്ന് പറയട്ടെ. പഠിക്കുന്നതിനോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളും മുൻവർഷ ചോദ്യ പേപ്പറുകളും ചെയ്തു പരിശീലിക്കുക. ഇതിനായിട്ട് നമ്മുടെ ഹർഷിതം എജുടെക് ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആപ്പില് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിന്റെ ഡിസ്കഷൻ ഉണ്ട്. എല്ലാ കോഴ്സുകളും എക്സാംസ് അടക്കമാണ്. വീക്ക്ലി സ്റ്റഡി പ്ലാൻ അനുസരിച്ച് എക്സാംസ് അടക്കമാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പുതിയൊരു ബാച്ച് തന്നെ നമ്മുടെ ഹർഷിതം എജുടെക് ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. LDC 2027 ബാച്ച്. ഈ വർഷം LDCയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു. ഏജ് ഓവർ ആയി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് പ്രായപരിധി കൂട്ടി PSC ഇളവ് തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആയിട്ട് കണ്ടിട്ട് ഈ LDC ഞാൻ നേടിയെടുക്കും, 2027 LDC ഞാൻ നേടിയെടുക്കും എന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. മാർച്ച് 9 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട്സ് ഉൾപ്പെടെ എക്സാം കഴിയുന്നത് വരെ വാലിഡിറ്റി ഉള്ള ഈ ഒരു കോഴ്സിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ സർക്കാർ ജോലി നേടിയ വ്യക്തിയാണ്. അപ്പൊ എന്റെ വഴികളിലൂടെ നിങ്ങളെയും ഞാൻ നയിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ മെന്റർഷിപ്പോട് കൂടി പോകുന്ന ബാച്ചാണ്. അപ്പോൾ ഹർഷിതം എജുടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ഇനി കുറച്ച് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ നമ്മുടെ ബാച്ചിൽ ഒരു അംഗം നിങ്ങളാകണമെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഇപ്പോൾ iPhoneലും നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. അതിൽ കയറി കൃത്യമായി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. വീക്ക്ലി ടൈം ടേബിൾ അനുസരിച്ച് ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ, അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ശനിയും ഞായറും നടത്തിയിട്ട് നമുക്ക് ഞായറാഴ്ച അതിന്റെ പരീക്ഷ എഴുതാം. കൃത്യമായി റിവിഷൻ അടുപ്പിച്ച് പരീക്ഷ എഴുതിയിട്ട് മാത്രമേ ഞാൻ നിങ്ങളെ LDC 2027 പരീക്ഷ, ഒരു വലിയ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ തെറ്റുകൾ, ഈ പറഞ്ഞ അബദ്ധങ്ങളൊക്കെ മനസ്സിലാക്കുക. ഈ അബദ്ധങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ, തുടക്കക്കാർ ഈ ഒരു 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ പഠനം ശരിയായ ട്രാക്കിലാകും എന്ന് മനസ്സിലാക്കുക. വരാനിരിക്കുന്ന LDC പോലുള്ള വലിയ അവസരങ്ങൾ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഓരോ ആൾക്കാർക്കും വേണ്ടി, വീട്ടമ്മമാർക്കും അതുപോലെ പഠനത്തിൽ ഗ്യാപ്പ് വന്നവർക്കൊക്കെ വേണ്ടി, തുടക്കക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഓരോരോ ടിപ്സ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്ത്
ചെയ്തേക്കാം. കൂടാതെ PSC പഠനം തുടങ്ങിയ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. കൂടുതൽ മികച്ച ക്ലാസ്സുകൾക്കും സ്ട്രാറ്റജികൾക്കുമായി നമ്മുടെ ഹർഷിതം എഡ്യൂടെക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.